എൻ്റെ പൊന്നു സുരേന്ദ്ര, നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുക? മറൈൻ ഡ്രൈവിലോ? രണ്ട് മിത്രങ്ങളുടെ ചൂരിലിടിഞ്ഞു പോയിന്നോ? സുരേന്ദ്ര, നിങ്ങളുടെ കയ്യിൽ 2 ചൂരിൽ എക്സ്ട്രാ മേടിക്കാനുള്ള കാശുണ്ടായിരുന്നില്ലേ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? 2 ടീമായിട്ട് പോകണം. ഒന്ന് മറൈൻ ഡ്രൈവിലോട്ടും, പിന്നെ ഒന്ന് ആ സുഭാഷ് പാർക്കിലേക്കും, പിന്നെ കുറച്ചെണ്ണത്തിന് ആ ഫോർട്ട് കൊച്ചിയിലോട്ടും, പിന്നെ ആ ജോക്കി ചട്ടി ബോട്ട് ചട്ടിയിലോട്ടും വിടണം. അവിടെ ചെന്ന് കുണുങ്ങി കുണുങ്ങി നടക്കണം. എല്ലാത്തിനും പിടിച്ച് തച്ചാലും പുച്ചാലും തച്ചിക്കോണം. ഓ അതെ, പുതിയൊരു പോരാളി കിട്ടിയിട്ടുണ്ട്. സുരേന്ദ്ര, ഞാൻ പിന്നെ വിളിക്കാം. പോരാളി നമ്മുടെ ശാഖയിൽ ചേർക്കാൻ വന്ന. ശരി. റിട്ടേൺ ടെസ്റ്റ് ഒക്കെ പാസ്സായിട്ടുണ്ടോ? പിന്നെ കംപ്ലീറ്റ് പാസ്സായിട്ടുണ്ട്. മാത്രമല്ല, ഈ ഫെബ്രുവരി 14 ഗോവാലിംഗന ദിനം എന്നെഴുതിയ ഏക മിത്രമാണ് നിൽക്കുന്നത്. അത് മതി. അപ്പൊ ജനറൽ നോളജ് ഉണ്ട്. അല്ല പുള്ളി, അപ്പൊ ഇന്നത്തെ ദിവസത്തേക്ക് ഇന്ന് നമ്മുടെ രാജ്യദ്രോഹികൾ എല്ലാവരും കൂടെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാണല്ലോ. അപ്പൊ നമ്മുടെ ഈ സദാചാര പോരാളികൾക്ക് ഒരു കൈസഹായം എന്ന നിലയ്ക്ക് വിളിച്ചോണ്ട് വന്ന അത് എന്തുകൊണ്ടും നന്നായി. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് മോന് ഇന്നത്തെ നമ്മുടെ ശാഖയിലെ ഒരു ആംബിയൻസ് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. മോൻ എങ്ങനെയാ ഈ പാർക്കിലും ബീച്ചിലൊക്കെ ഇരിക്കുന്ന കപ്പിൾസിനെ തല്ലി പരിചയമുണ്ടോന്നോ? പരിചയമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചെറുക്കനും പെണ്ണും ഒരുമിച്ചിരിക്കുന്നത് കണ്ടാണല്ലോ, നമ്മുടെ ചെറുക്കൻ കേറിങ് അടിച്ച് തകർക്കും. എന്തിന്? കഴിഞ്ഞ ദിവസം നമ്മുടെ ബസ് സ്റ്റാൻഡിലെ ഒരു അമ്മയും മോനും സംസാരിച്ചോണ്ടിരിക്കുക, എന്തോ കുടുംബകാര്യം. നമ്മുടെ ചെറുക്കൻ കേറിയിട്ട്, എടാ മുത്തേ, അത് നീയായിരുന്നോ? ഞാനത് ചെയ്ത ആൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അരവിന്ദ്ജി, ഇന്നത്തെ പരിപാടി കഴിയുമ്പോഴേ എൻ്റെ പറ്റില് സുരേന്ദ്രേട്ടൻ്റെ കടയിൽ നിന്ന് ഇവര് നല്ല പൊറോട്ട ഉള്ളിക്കറി വാങ്ങി കൊടുത്തേക്കണം. എനിക്ക് ഉള്ളിക്കറി ഇഷ്ടമല്ല. എന്താ പറഞ്ഞ? അല്ല ചെറുക്കനെ, ഉള്ളിക്കറി ഇഷ്ടമല്ല. എന്റെ മുത്തേ, ഉള്ളിക്കറി അല്ല ബീഫ്. ഈ ഉള്ളിക്കറി എന്ന് പറയുന്നത് നമ്മുടെ ശാഖയുടെ ഇടയിലുള്ളൊരു കോഡ് ഭാഷയാ. എന്റെ അരവിന്ദ്ജി, നിങ്ങൾ ഇതൊന്നും ഈ കൊച്ചിന് പറഞ്ഞു കൊടുത്തില്ലേ? അല്ല, ഈ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ സമയമാണല്ലേ ഉള്ളൂ. കൊള്ളാം. എന്തായാലും ഇവൻ നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും അല്ലേ? ഓ, എന്നാ പൊക്കോ, പോയി എല്ലാ കപ്പിൾസിനെ അടിച്ച് നിരപ്പാക്കിയിട്ട് വായത്. അയ്യോ, എന്തൊരു കുരുത്തുള്ള കുട്ടി. മോനെ, ഓൾ ദി ബെസ്റ്റ് ട്ടോ. വടി ഒടിഞ്ഞു പോയി. അവന് അരവിന്ദ്ജി, ആ ഓയോ കുത്തി തുറക്കാനുള്ള കമ്പിപ്പാരെടുത്ത് ആ ചെക്കൻ്റെ കയ്യിലോട്ട് കൊടു. ഓ, നല്ല ഗോൾഡ് പോലത്തെ പയ്യൻ.